ലൈവില് രതീഷും അർജുൻ ഇരുന്ന് സംസാരിക്കുകയാണ്. രതീഷിന്റെ അടുത്ത് അർജുൻ ചോദിക്കുന്നത്, നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണെന്ന് കേട്ടല്ലോ, നിങ്ങൾ ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കേൾക്കാനും ഒരുപാട് പേർക്ക് തോളായിട്ട് നിൽക്കാനും വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തോളിൽ ചായാനായിട്ട് ഇവിടെ ഒരു തോളില്ല, നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആളില്ല, നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ല എന്നൊക്കെയുള്ള വിഷമത്തിലാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്നുള്ളതാണ് അർജുൻ അവിടെ ചോദിക്കുന്നത്. അപ്പൊ രതീഷ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇവിടെ വന്നോടത്തോളം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ലേ, അതിൽ പരം സന്തോഷം വേറെ എന്തുണ്ട് എന്നൊക്കെയാണ് രതീഷ് അവിടെ പറഞ്ഞത്. അപ്പൊ അർജുൻ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളത് പറയുന്നത് ഞാൻ കേട്ടു, എനിക്കിപ്പം നിങ്ങളുടെ ഒപ്പം ആരും മിണ്ടാനില്ല, ഇവിടെ മുഴുവൻ അല്ലാതെ തന്നെ ഫ്രണ്ട്സായി ഗ്രൂപ്പുകളായി ഇപ്പൊ ഞാനിവിടെ ഒറ്റപ്പെട്ട് വന്ന സമയത്ത് എന്ന് രതീഷ് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ അർജുന്റെ ഗെയിമിനെ പറ്റിയിട്ട് അവിടെ രതീഷ് ഇരുന്ന് പറയുന്നുണ്ട്, അല്ല അർജുനെ, ഒരു പക്ഷേ ഇവിടെ നീ ഫസ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ല നീ ആയിരുന്നിരിക്കില്ലേ ചിലപ്പോൾ പുറത്തേക്ക് പോവേണ്ട ആള്, ഞാനായിരുന്നു ക്യാപ്റ്റൻ എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോവാതിരിക്കും, അല്ലെങ്കിൽ ഞാൻ പവർ റൂമിൽ കയറി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പുറത്തേക്ക് പോവാതിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒന്നിൽ കയറാതെ ആണെങ്കിൽ പോലും അർജുൻ ഫസ്റ്റ് വീക്ക് ഇവിടെ വന്ന സമയത്ത് അവിടെ ക്യാപ്റ്റൻ ആയില്ല, അല്ലെങ്കിൽ പവർ റൂമിൽ കയറിയില്ല, എന്റെ ഒപ്പം നോമിനേഷനിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നീ ആയിരുന്നിരിക്കാം പുറത്തു പോകേണ്ടിയിരുന്നത്, അല്ലാതെ വോട്ട് കുറവിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പോയത്, ഞാൻ പോയത് വളരെ തുച്ഛമായ ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലൊക്കെ ആവാനേ ചാൻസ് ഉള്ളൂ, അങ്ങനെയുള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീക്ക് നീ നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ നീ പുറത്തു പോയേനെ എന്ന് അർജുന്റെ അടുത്തിരുന്ന് പറയുന്നുണ്ട്. അർജുൻ പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കാം, ഫസ്റ്റ് വീക്ക് ചിലപ്പോൾ ഞാൻ നോമിനേഷനിൽ വന്ന് ഞാൻ പുറത്തു പോയിരുന്നിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് അർജുൻ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അർജുൻ്റെ അടുത്ത് പറയുന്നത്, അവിടെ ശ്രീരേഖയുടെ കാരുണ്യം കൊണ്ടാണ് നീ അവിടെ ക്യാപ്റ്റൻ ആയത്, അല്ലാതെ നീ ഗെയിം കളിച്ചത് കൊണ്ടല്ല എന്ന് അവിടെ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറഞ്ഞു, അത് പറയരുത്, എന്താ വെച്ചാൽ ഇവിടെയുള്ള എല്ലാവരേക്കാളും കൂടുതൽ ബോളുകൾ എന്റെ കയ്യിലുണ്ടായിരുന്നു, എന്നിട്ടും കുറച്ച് എണ്ണത്തിന്റെ അവര് ഒരുമിച്ചിട്ടതുകൊണ്ട്, സിജോയും അവരൊക്കെ ഒരുമിച്ചിട്ടതുകൊണ്ട് അവരുടെക്കാൾ കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് ശ്രീരേഖ ചേച്ചി എന്റെ കയ്യിലേക്ക് ബോളുകൾ ഇട്ടത്, അതുകൊണ്ട് ശ്രീരേഖ ചേച്ചി ഇട്ടതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്റെ കയ്യിൽ അത്രയും ബോളുകൾ ഉണ്ടായിരുന്നു, അത് ഞാൻ കളിച്ചില്ല എന്ന് മാത്രം രതീഷ് ഏട്ടൻ പറയരുത് എന്നവിടെ അർജുൻ പറയുന്നുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ്, ഞാൻ അതുപോലെ തന്നെയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ട് പോകുന്നത്, എന്റെ രീതിയിലായിട്ടുള്ള ഒരു ഗെയിമാണ് ഞാനിവിടെ കളിക്കുന്നത് എന്നൊക്കെ രതീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും രതീഷ് അവിടെ അർജുൻ സേഫ് ഗെയിമാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ അർജുൻ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നൊരു സൂചനയാണ് അർജുനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതിനു വേണ്ടിയിട്ട് അർജുന്റെ അടുത്ത് മത്സരിച്ചിരുന്ന് പറയുന്നുണ്ടായിരുന്നു, അർജുനാണ് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടിയിരുന്ന മത്സരാർത്ഥി, പക്ഷേ അബദ്ധവശാൽ എനിക്ക് പുറത്തു പോവേണ്ടി വന്നതാണ് എന്നാണ് രതീഷ് അവിടെ അർജുന്റെ അടുത്ത് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് സിജോയുടെ അടുത്ത് വന്നിട്ട് രതീഷ് ഇത് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അർജുന്റെ അടുത്ത് ഇത് പറഞ്ഞു, അതല്ലേ സത്യമെന്ന്. അപ്പോൾ അവിടെ സിജോ പറയുന്നുണ്ട്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊരു ബ്രദർഹുഡ് ഇഷ്ടമാണ് അവൻ്റെ അടുത്ത്, എനിക്കൊരു സഹോദരനെ പോലെയാണ് അർജുൻ, അതുകൊണ്ട് എനിക്ക് അർജുനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയ സമയത്ത് എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ള ചുരുക്കം ചില പേരിൽ ഒരാളാണ് അവൻ, അതുകൊണ്ട് തന്നെ എനിക്ക് അവനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നുള്ളതായിരുന്നു അവിടെ സിജോയുടെ മറുപടി. ആ മറുപടി കിട്ടിയോടുകൂടി പിന്നെ അവിടെ രതീഷിനൊന്നും പറയാനുണ്ടായിരുന്നില്ല.